ഹലോ ഫ്രണ്ട്സ്, നാളെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പേ നമ്മൾ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളും. അതെല്ലാം നമ്മുടെ ചാനലുണ്ട്, മാക്സിമം കാണാൻ ശ്രമിക്കും. അപ്പോൾ നാളെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിയമനങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പ്രധാനപ്പെട്ട നിയമനങ്ങൾ. അപ്പോൾ കുറച്ച് ലെങ്ത് ആവുന്ന ഒരു ക്ലാസ്സാണ്, അപ്പോൾ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, പുതുക്കിയ GST നിരക്ക് പ്രാബല്യത്തിൽ വന്നത് എന്നാണെന്നാണ് വെച്ചിരിക്കുന്നത്. പരീക്ഷയ്ക്ക് നാളെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. 2025 സെപ്റ്റംബർ 22 കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. പുതുക്കിയ GST നിരക്ക് പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2025 സെപ്റ്റംബർ 22 2025 ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 38 കേട്ടോ. പഠിച്ചു വെക്കുക. 2025 ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 38 സ്ഥാനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കഴുകൻ സംരക്ഷണ പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആസാമാണ് കേട്ടോ. അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഒരു സാധ്യതയുള്ളൊരു കറണ്ട് അഫെയർ ചോദ്യം തന്നെയാണ്. കാരണം എന്താണ്, ഒരു പക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, അതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, ഇന്ത്യയിലെ ആദ്യത്തെ കഴുകൻ സംരക്ഷണ പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആസാമാണ് കേട്ടോ, ആസാം. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? തമിഴ്നാടാണ്. തമിഴ്നാട് ആനമല വന്യജീവി സങ്കേതത്തിലാണ് വരുന്നത് കേട്ടോ. ആനമല, തമിഴ്നാട് കേട്ടോ. പഠിച്ചു വെച്ചോളൂ, രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? തമിഴ്നാടാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വന്നത് കൊച്ചിയിലാണ്. 2025 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 118 സ്ഥാനമാണ്. ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഫിൻലൻഡാണ് കേട്ടോ. ഫിൻലൻഡാണ് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം. അതുപോലെ തന്നെ 2025 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 18 സ്ഥാനമാണ്. 118 സ്ഥാനമാണ്. അടുത്ത പോയിന്റിലോട്ട് പോവാം. 2026 ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേരെന്താണ്? ട്രയോണ്ട കേട്ടോ. നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഈയിടയ്ക്കാണ് പേര് കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ 2026 ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേരെന്താണ്? ട്രയോണ്ട. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഹാൻകാങ്ങിനാണ് കേട്ടോ. ഹാൻകാങ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ, നമ്മൾ പഠിച്ചാണ് 2024 നോബൽ സമ്മാനമൊക്കെ. അതിനുള്ള സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻകാങ്ങിനാണ്. ഹാൻകാങ് ആരാണ്? ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ്. അടുത്തത് 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച സംഘടന ഏതാണ്? നിഹോൻ ഹിഡാൻക്യോ എന്ന് പറഞ്ഞ ജാപ്പനീസ് സംഘടനയ്ക്കാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ഈ നോബൽ സമ്മാനത്തിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് 2025 എന്ന് പറഞ്ഞ ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ സാധിക്കുന്നത് നോബൽ പ്രൈസ് 2024, 25 ഇത് രണ്ടും നോക്കാതെ നാളെ പോകരുത്. ഇത് രണ്ടും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ പ്ലേലിസ്റ്റിൽ കയറി 2 ക്ലാസ്സസ് കാണാൻ ശ്രമിക്കുക. നമ്മൾ കോഡുകൾ സഹിതമാണ് പഠിപ്പിച്ചത്, നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ മാക്സിമം കണ്ടിട്ടില്ലാത്തതും പഠിച്ചിട്ടില്ലാത്തതും കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് പോയി പഠിക്കാൻ ശ്രമിക്കുക പെട്ടെന്ന് തന്നെ. അടുത്ത ചോദ്യം, ചിഹ്നഗ്രഹത്തെ പ്രതിചലിപ്പിക്കുന്നതിനുള്ള കൈനറ്റിക് ഇമ്പാക്ടർ ടെക്നോളജി വിജയകരമായി പ്രദർശിപ്പിച്ച നാസയുടെ ദൗത്യം ഏതാണ്? DART ആണ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ, ചിഹ്നഗ്രഹത്തെ പ്രതിചലിപ്പിക്കുന്നതിനുള്ള കൈനറ്റിക് ഇമ്പാക്ടർ ടെക്നോളജി വിജയകരമായി പ്രദർശിപ്പിച്ച നാസയുടെ ദൗത്യം DART ആണ്. അടുത്തിടെ കേരളത്തിൽ കണ്ടെത്തിയ അഗസ്ത്യാമല മുളവാലൻ ഏത് ജീവിവർഗത്തിൽ പെട്ടതാണെന്നാണ് വെച്ചിരിക്കുന്നത്? തുമ്പി വർഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ടൈപ്പ് ചെയ്തപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ എന്താണ്? അടുത്തിടെ കേരളത്തിൽ കണ്ടെത്തിയ അഗസ്ത്യാമല മുളവാലൻ ഏത് ജീവിവർഗത്തിൽപ്പെട്ടതാണ്? തുമ്പി വർഗത്തിൽപ്പെട്ടതാണ്. ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യ അറേബ്യൻ രാജ്യം ഏതാണ്? ഒമാനാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്, അറബ് രാജ്യങ്ങളിലൊന്നും എന്താണ് ടാക്സ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഒരു ടാക്സ് ഈടാക്കാൻ തീരുമാനിച്ച ആദ്യ അറേബ്യൻ രാജ്യം ഏതാണ്? ഒമാനാണ്. നല്ലൊരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യ അറേബ്യൻ രാജ്യം ഏതാണ്? ഒമാനാണ്. കേരളത്തിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻ്റർ ഏതാണ്? പാങ്ങാപ്പാറ, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻ്റർ ഏതാണ്?
ഹെൽത്ത് സെൻ്റർ ഏതാണ്? പാങ്ങാപ്പാറ, തിരുവനന്തപുരം. കുടുംബശ്രീയുടെ ഇ കൊമേഴ്സ് പോർട്ടൽ ഏതാണ്? പോക്കറ്റ് മാർട്ടാണ് കേട്ടോ. കുടുംബശ്രീയുടെ ഇ കൊമേഴ്സ് പോർട്ടൽ ഏതാണ്? പോക്കറ്റ് മാർട്ടാണ്. ഇന്ത്യയിലെ ആദ്യ വാട്ടർ ടെക്നോളജി പാർക്കായ അക്വാടെക് പാർക്ക് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആസാമാണ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. പഠിച്ചോളൂ. ഇന്ത്യയിലെ ആദ്യ വാട്ടർ ടെക്നോളജി പാർക്കായ അക്വാടെക് പാർക്ക് ആരംഭിച്ച സംസ്ഥാനം ആസാമാണ്. കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഫിബോ എന്ന കടുവയാണ്. കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം ഫിബോ എന്ന കടുവയാണ്. 2025 ആസിയാൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കോലാലംപൂർ. വേദി എവിടെയായിരുന്നു? കോലാലംപൂർ, മലേഷ്യയാണ്. 2025 ആസിയാൻ ഉച്ചകോടി വേദി കോലാലംപൂർ, മലേഷ്യയാണ്. ഈ കോലാലംപൂർ മലേഷ്യയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ, അതായത് ആസിയാൻ ഉച്ചകോടിയിൽ 11ാമത്തെ രാജ്യമായി ഔദ്യോഗികമായി ചേർന്നത് ഏതാണ്? കിഴക്കൻ തിമോറാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. 2025 കോലാലംപൂരിൽ വെച്ച് നടന്ന ആസിയാൻ ഉച്ചകോടിയിൽ 11ാമത്തെ രാജ്യമായി ഔദ്യോഗികമായി അംഗീകരിച്ച രാജ്യം ഏതാണ്? കിഴക്കൻ തിമോർ. 2025 G20 വേദി എവിടെയായിരുന്നു? ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. 2025 G20 വേദി ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. 2026 കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി അഥവാ COP30 വേദി എവിടെയാണ് വരുന്നത്? ബെലേം, ബ്രസീൽ കേട്ടോ. അപ്പോൾ 2026 കാലാവസ്ഥ ഉച്ചകോടി അഥവാ COP30 വേദി ബെലേം, ബ്രസീലാണ്. 2025 ബാക്കുവാണ് കേട്ടോ. അപ്പോൾ 2025 ബാക്കുവാണ്. അപ്പോൾ 2026 കാലാവസ്ഥ ഉച്ചകോടി വേദി COP30 വേദി എവിടെയാണ്? ബെലേം, ബ്രസീലാണ്. അടുത്തത്, ലോകത്ത് ആദ്യമായി മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ച ക്ഷയരോഗ വാക്സിൻ ഏതാണ്? MTB വാക്ക് ആണ് കേട്ടോ. MTB വാക്കാണ്. അപ്പോൾ ലോകത്ത് ആദ്യമായി മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ച ക്ഷയരോഗ വാക്സിൻ ഏതാണ്? MTB വാക്കാണ്. കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? താഴെത്തുടുക്കി, സൈലന്റ് വാലി. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? താഴെത്തുടുക്കി, സൈലന്റ് വാലി. 2025 ബ്രിക്സ് ഉച്ചകോടിയിൽ ഔദ്യോഗിക അംഗത്വം നേടിയ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ് കേട്ടോ. അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ 2025 ബ്രിക്സ് ഉച്ചകോടിയിൽ ഔദ്യോഗിക അംഗത്വം നേടിയ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ വനിത ആരാണ്? ദിവ്യ ദേശ്മുഖാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ വനിത ദിവ്യ ദേശ്മുഖാണ്. 2025 US ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയതാരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. വനിതാ വിഭാഗം ആരിയാന സബലാങ്കയാണ് കേട്ടോ. അപ്പോൾ 2025 US ഓപ്പൺ പുരുഷ വിഭാഗം കാർലോസ് അൽക്കാരസിനും വനിതാ വിഭാഗം അരിയാന സബലാങ്കയ്ക്കുമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു US ഓപ്പൺ, അമേരിക്കൻ ഓപ്പൺ, ഇതെല്ലാം നമ്മൾ സ്പോർട്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം ആ ക്ലാസ് ഒന്ന് കണ്ടിട്ടില്ലാത്തവർ, പഠിച്ചിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാൻ ശ്രമിക്കണേ. അടുത്തത്, സംസ്ഥാനത്തെ വനം വന്യജീവി ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ വനരക്ഷയാണ് കേട്ടോ. സംസ്ഥാനത്തെ വനം വന്യജീവി ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ വനരക്ഷയാണ്. അടുത്തത്, വികസിത ഭാരതത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? നമ്മൾ പഠിച്ചതാണ്, ശുഭാംശു ശുക്ലയാണ്. അപ്പോൾ വികസിത് ഭാരതത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ശുഭാംശു ശുക്ലയാണ്. കേരളത്തിലെ അവക്കാഡോ നഗരം എവിടെയാണ്? അമ്പലവയലാണ്. വയനാട് ജില്ലയിലെ അമ്പലവയലാണ് കേരളത്തിലെ അവക്കാഡോ നഗരം. സംസ്ഥാനത്തെ ആദ്യ ശലഭ സങ്കേതം എവിടെയാണ്? ആറളം വന്യജീവി സങ്കേതം, കണ്ണൂരാണ്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ ശലഭ സങ്കേതം എവിടെയാണ്? ആറളം വന്യജീവി സങ്കേതത്തിലാണ്. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ തലച്ചോർ എന്നറിയപ്പെടുന്ന അമീബ വകഭേദം ഏതാണ്? നെഗ്ലേറിയ ഫൗലേറിയ കേട്ടോ. നെഗ്ലേറിയ ഫൗലേറിയ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ തലച്ചോർ എന്നറിയപ്പെടുന്ന അമീബ വകഭേദം ഏതാണ്? നെഗ്ലേറിയ ഫൗലേറിയ. സ്പേസ് എക്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യ സ്റ്റാർട്ടപ്പ് ഏതാണ്? Hex20 ആണ് കേട്ടോ. അപ്പോൾ സ്പേസ് എക്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യ സ്റ്റാർട്ടപ്പ് ഏതാണ്? Hex20 ആണ്. കേരളത്തിലെ ഏത് സർവകലാശാലയ്ക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? കുസാറ്റ് സർവകലാശാലയ്ക്കാണ്. അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കണേ. കേരളത്തിലെ ഏത് സർവകലാശാലയ്ക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? കുസാറ്റ് സർവകലാശാലയ്ക്കാണ്.
ഇനി നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ രേഖപ്പെടുത്തിയിട്ട് നിയമനങ്ങളെ പറ്റി ഒരു ക്ലാസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതപ്പോൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുവാണ്. അപ്പോൾ ചാനൽ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വരാം, നിയമനങ്ങളിലോട്ട് വരാം. 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് കേട്ടോ. അപ്പോൾ റീസെൻ്റായിട്ട് നടന്നൊരു അപ്പോയിൻമെൻ്റ് ആണ്. 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അതുപോലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ഇദ്ദേഹം ഹരിയാന സ്വദേശിയാണ്. ഹരിയാനയിൽ നിന്ന് ഈ പദവിയിലെത്തുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവുന്ന ആദ്യത്തെ ഹരിയാനക്കാരൻ കൂടിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാറാണ്. ഗ്യാനേഷ് കുമാർ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാറാണ്. നിലവിലെ 15ാമത്തെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ്. നിലവിലെ 15ാമത് ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ്. തമിഴ്നാട് സ്വദേശിയാണ്. 26ാമത് റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. 26ാമത് റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? TV സോമനാഥനാണ്. മലയാളിയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. നിലവിലെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? TV സോമനാഥൻ. നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രിയാണ് കേട്ടോ. വിക്രം മിശ്രിയാണ്. ഇതും PYക്ക് ചോദിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ നടന്നൊരു പരീക്ഷയ്ക്ക്. അപ്പം റിപ്പീറ്റ് ചെയ്യാം. അപ്പം നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രിയാണ്. 11ാമത് ISRO ചെയർമാൻ ആരാണ്? ഡോക്ടർ V നാരായണനാണ് കേട്ടോ. 11ാമത് ISRO ചെയർമാൻ ഡോക്ടർ V നാരായണനാണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ്? അരവിന്ദ് പനഗിരിയ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. 16ാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ്? അരവിന്ദ് പനഗിരിയ. അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറിയാണ് കേട്ടോ. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ ബെറിയും നീതി ആയോഗിൻ്റെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, 16ാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ അരവിന്ദ് പനഗിരിയ, നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ ബെറി, നീതി ആയോഗിൻ്റെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? നിലവിലെ V രാമസുബ്രഹ്മണ്യനാണ് കേട്ടോ. V രാമസുബ്രഹ്മണ്യനാണ്. പഠിച്ചു വെച്ചോളൂ, ഒരു മാർക്ക് ഉറപ്പിക്കുക. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? V രാമസുബ്രഹ്മണ്യനാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? അന്തർ സിംഗ് ആര്യ. ഒന്നുകൂടെ പറയാം, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? അന്തർ സിംഗ് ആര്യ. ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ് കേട്ടോ. വിജയ കിഷോർ രഹത്കർ. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? വിജയ കിഷോർ രഹത്കർ. ഇത്രയും ഒന്നുകൂടെ പറയാം, തിരിഞ്ഞുപോലെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ V രാമസുബ്രഹ്മണ്യൻ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ അന്തർ സിംഗ് ആര്യ. ഈ പട്ടികവർഗം എന്ന് പറയുമ്പോൾ എന്താണ്? ST കാറ്റഗറി അല്ലേ, ആദിവാസി സംതിങ് അല്ലേ. അപ്പോൾ അവരൊക്കെ എന്താണ്? നമ്മുടെ കാടുകളിലൊക്കെ അല്ലേ താമസിക്കുന്നതായിട്ടിൽ നമ്മൾ കാടുകളിലൊക്കെ അല്ലേ താമസിക്കുന്നത്. അപ്പോൾ അവരെന്താണ്? അവർ അന്തർധാരയിൽ വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്തർ സിംഗ് ആര്യ. പട്ടികവർഗം അത് വെച്ച് കണക്ട് ചെയ്തോണേ. അപ്പം ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? അന്തർ സിംഗ് ആര്യ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് അന്തർ സിംഗ് ആര്യ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ്? തൃപ്തി ഗുർഹ. പരീക്ഷയ്ക്ക് ചോദിക്കാം, റീസെൻ്റായിട്ട് നടന്ന അപ്പോയിൻമെൻ്റ് ആണ്. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ്? തൃപ്തി ഗുർഹ കേട്ടോ. അടുത്തത് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ, അതായത് OBC കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഹൻസ്രാജ് ഗംഗാറാം ആഹിറാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. അപ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. അതുപോലെ തന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? അനിൽ ചൗഹാനാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്. കരസേനാ മേധാവി ആരാണ്? ഉപേന്ദ്ര ദ്വിവേദി. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. നാവികസേനാ മേധാവി ആരാണ്? അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. ഇനി നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ നോക്കാം.
കേരള ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ്. 23ാമത് കേരള ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നിലവിലെ? ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംതർ ആണ് കേട്ടോ. അപ്പോൾ നിതിൻ ജാംതർ എന്നും അതുപോലെ നിതിൻ മധുക്കർ ജാംതർ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് കേട്ടോ, പഠിച്ചു വെച്ചോളൂ. അപ്പോൾ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നിലവിലത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംതർ ആണ്. കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ എ ജയതിലക് IAS ആണ് കേട്ടോ. ഡോക്ടർ എ ജയതിലക് IAS ആണ് കേരള ചീഫ് സെക്രട്ടറി. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ KN ഹരിലാലാണ് കേട്ടോ. അപ്പം 7ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ KN ഹരിലാലാണ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആരാണ്? A ഷാജഹാനാണ്. അപ്പോൾ റീസെൻ്റായിട്ട് പഞ്ചായത്ത് ഇലക്ഷൻ കടന്നുകൊണ്ട് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? A ഷാജഹാനാണ്. അതുപോലെ തന്നെ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? രതൻ U കേൽക്കർ ആണ് കേട്ടോ. അപ്പോൾ രണ്ടും തമ്മിൽ തിരിഞ്ഞുപോലെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ A ഷാജഹാനും സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ രതൻ U കേൽക്കറുമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ V ഹരിനായരാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? V ഹരിനായരാണ്. കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? P സതീദേവിയാണ്. കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവിയാണ്. അതുപോലെ തന്നെ കേരള വയോജന കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ K സോമപ്രസാദാണ്. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ അടുത്തിടെയാണ് വയോജന കമ്മീഷൻ രാജ്യത്ത് ആദ്യമായിട്ട് തന്നെ ഒരു സംസ്ഥാനത്ത് നിർമ്മിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ്? K സോമപ്രസാദാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കേരള വയോജന കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ്? K സോമപ്രസാദാണ്. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ്? K സച്ചിദാനന്ദനാണ്. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടിയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ റീസെൻ്റ് ആയിട്ട് നടന്നൊരു അപ്പോയിൻമെൻ്റ് ആണ് റസൂൽ പൂക്കുട്ടി കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? റസൂൽ പൂക്കുട്ടിയാണ്. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചിരോത്ത്. കേരള ഫോക്ലർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണനാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പേ നമ്മൾ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സസ് ഒക്കെ നമ്മുടെ ചാനലിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കുന്നതാണ്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ കാര്യമാണ് പറയുന്നത്. അവർ മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. BFOയുമായിട്ട് ബന്ധപ്പെട്ട ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് നമ്മൾ കുറേ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന് മാക്സിമം എല്ലാ കൂട്ടുകാരും ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾ എത്ര വട്ടം റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ടോ അത്രയും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും നാളത്തെ പരീക്ഷയ്ക്ക്. നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഹൈപ്പ് ചെയ്ത് കൊടുത്താൽ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഉപകാരപ്പെടും. അത് റെക്കമെൻഡേഷൻ പോകുന്നതാണ്. നിങ്ങൾ ചെയ്യുന്നൊരു വലിയൊരു സപ്പോർട്ടായിരിക്കും ഹൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് കറണ്ട് അഫയേഴ്സ് പാർട്ടിലുള്ള എല്ലാ ക്ലാസ്സും നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ടോപ്പിക് വൈസ് ആയിട്ടും ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ആയിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഇതെല്ലാം നിങ്ങളൊന്ന് പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് പ്ലസ് കറണ്ട് അഫയേഴ്സ് ആണ്, ഒരു 30-ൽ ഒരു 25 മേളിൽ മാർക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു. അതുപോലെ നല്ല രീതിയിൽ നാളത്തെ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഒരുപാട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കുക. അപ്പം നാളത്തെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ നാളെ പരീക്ഷ എഴുതിയിട്ട് പോകാൻ നമ്മുടെ ക്ലാസ്സിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉറപ്പായും കാണുന്നതായിരിക്കും. താങ്ക് യു ഓൾ.